ഹലോ ഗായ്സ്, നട്ടപ്പാതിരക്കാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് അല്ലേ. സമയം ഇപ്പോ 3:55 ആണ് സമയം. ഞങ്ങള് തുടരം കണ്ട് സന്തോഷത്തോടെ മനസ്സ് നിറങ്ങി കണ്ണ് നിറങ്ങി ഒക്കെ ഇറങ്ങിയൊക്കെയാണ് അല്ലേ. എന്റെ ഒരു രക്ഷയില്ല. എന്റെ തരുൺമൂർത്തി അണ്ണ, നിങ്ങളാണ് യഥാർത്ഥ ഫാൻ ബോയ്. എങ്ങനെയാണ് മോഹൻലാലിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ മോഹൻലാലിനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാര് ഈ പുള്ളിക്കാരനൊക്കെ കണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ നടത്തുന്ന ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയത് പഠിച്ചിട്ടൊക്കെ വന്ന് ചെയ്യും. മോഹൻലാലിന്റെ ഡിമാൻഡ് എടുത്ത് പൈസക്ക് മാത്രം യൂസ് ചെയ്യാതെ പുള്ളിക്കാരനെ കൂടെ കുറച്ച് സ്ക്രീനിലെങ്കിലും പുള്ളിക്കാരനെ കുറച്ച് കാണിച്ചിട്ട് പടം ചെയ്യും. ഇതാ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നു തുടരും. അന്യായം, ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതും എല്ലാം കൂടെ എൻ്റെ മോനെ രക്ഷയില്ല. ഇത് തിയേറ്ററിൽ തന്നെ പോയി കണ്ടോ. ഫസ്റ്റ് ഹാഫ് നമ്മൾ വിചാരിക്കാം കൊള്ളാം, ചിരിയും കളിയൊക്കെ ഇങ്ങനെ പോകുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലുണ്ടല്ലോ നമുക്ക് ദേഷ്യം വരും, വിഷമം വരും, എന്തൊക്കെയോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു പടം. എന്താ പറയുന്നത്, ലാലേട്ടന്റെ തിരിച്ചു തന്നു. ലാലേട്ടൻ ഒരു രക്ഷയില്ല. ലാലേട്ടന്റെ അഭിനയം നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. ആ പഴയ അഭിനയത്തില് ലാലേട്ടൻ തിരിച്ചു വന്നു. ലാലേട്ടൻ അതിനുള്ള ഒരു അവസരം കൊടുത്തു. അതെ തന്നെ, പുള്ളിക്കാരനുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ലാലേട്ടനെ ഫുള്ളി അഭിനയിച്ച് ഇങ്ങനെ സ്ക്രീനിൽ കാണാം. എപ്പോഴും ലാലേട്ടനുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ സൂപ്പർ മേക്കിംഗ്, സൂപ്പർ എന്താ പറയുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം അഭിനയിച്ചത് പ്രത്യേകം. മോഹൻലാൽ എന്നൊരു നടനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലൻ, അതും വില്ലന്റെ സൈക്കോത്തരൊക്കെ ഉണ്ടല്ലോ. ഒരു ഹലോ പറയുന്ന സീനൊക്കെ അങ്ങ് അന്യായം, ഒരു രക്ഷയില്ല. ശോഭന അതൊരു ക്യാരക്ടർ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സീൻസിലൊന്നും ചില നോട്ടം കൊണ്ടൊക്കെ പുള്ളിക്കാരി, അവസാനത്തെ പുള്ളിക്കാരിയുടെ ഒക്കെ ഒരു നോട്ടം ഉണ്ട്. എന്റെ മോനെ ഒരു രക്ഷയില്ല. ആരുമില്ല മോശം അഭിനയം, ആരെയും നമുക്കൊരു മോശം പറയാനായിട്ടില്ല. എല്ലാരും ഈവൻ അതിൽ അഭിനയിച്ച ആ ഒരു പട്ടി ഉണ്ടല്ലോ, അതുപോലും ആ പട്ടി വരെ എത്ര സെറ്റായിട്ടാ അവര് ചെയ്യിപ്പിച്ചേക്കുന്നത്. എന്തുവാടേ ഇതൊക്കെ, എങ്ങനെ സാധിക്കുന്നടേ ഇതൊക്കെ. നമ്മളെ ഈ ഇതേപോലെ രാത്രി പാതിരാത്രി 12:30 കണ്ട ഒരു പടങ്ങളൊക്കെ ആയിരുന്നു. ഇതേപോലെ എമ്പുരാനൊക്കെ. അന്നൊക്കെ നമുക്കുണ്ടായ വികാരം നിങ്ങൾക്കൊക്കെ ഉണ്ടായ അതേ വികാരമാണ്. പക്ഷെ ഇത് ഒരു രക്ഷയില്ല എന്നാ. വില്ലന്റെ ചിരി, ഹലോ പറച്ചില്, അതുപോലെ തന്നെ പപ്പുന്റെ മോൻ ബിനു പപ്പൻ സെറ്റപ്പ്. എല്ലാരും സെറ്റപ്പ് കേട്ടോ. ഒരാളെ ഒന്നും, അതെ അങ്ങനെ എല്ലാരും ഒന്നിനൊന്നിന് മികച്ച അഭിനയം അതിനകത്ത് കലക്കി. എന്തായാലും എല്ലാരും തിയേറ്റർ, അത് തന്നെ, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ കൂടെ തന്നെ കണ്ട ആൾക്കാരുടെ അഭിപ്രായം കൂടെ നമ്മൾ ഈ വീഡിയോന്റെ കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പോയി കാണുക, അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ടാറ്റ, ബൈ ബൈ. പടം അങ്ങനെ ഉണ്ടായിരുന്നു, നല്ല പടം. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? നല്ല പടം. എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ പടം? നല്ല പടമായിരുന്നു. സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ടായിരുന്നു പടം? എങ്ങനെ ഉണ്ട്? നല്ല സൂപ്പർ പടം. എങ്ങനെ ഉണ്ടായിരുന്നു പടം? അടിപൊളി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു പടം? പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എങ്ങനെ ഉണ്ടായിരുന്നു പടം? സൂപ്പർ.